പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റിയ വോയിസിന്റെ 117-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 6ാം തരത്തിലെ തേജലക്ഷ്മി PV. സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യനുള്ള യാത്രയയപ്പും കിനനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാവരും ചെയ്യുന്നതിന് മുമ്പേ തന്നെ ചെയ്തു തീർക്കാൻ താല്പര്യം കാണിക്കുകയും അതിൽ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ടീച്ചർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അധ്യാപകരുടെ പണി HM എന്ന് പറഞ്ഞാൽ UP സ്കൂൾ വരെയുള്ളവർക്ക് HMന് പഠിപ്പിക്കുകയും കൂടെ വേണം. ഹൈസ്കൂളിലാണെങ്കിൽ ആ പണിയില്ല. മറ്റെല്ലാ ക്ലാസ്സിലെ ടീച്ചർമാരും പഠിപ്പിക്കുന്നതുവരെ അവർക്കും കൃത്യമായ പീരീഡും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരാൾ ഒരു ദിവസം ലീവ് എടുത്ത് പോയാൽ ആ കുഞ്ഞുങ്ങൾ അന്ന് ക്ലാസ് എടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ യോഗത്തിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത, എല്ലാത്തിലൊന്നുമല്ല, ചിലതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനം അറിയിച്ചാൽ വളരെ കൃത്യതയോടുകൂടി അത് നടത്താൻ കഴിയും. SMC ചെയർമാൻ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MT ഉഷാകുമാരി പ്രധാന അധ്യാപികക്ക് PTA നൽകുന്ന ഉപഹാരം കൈമാറി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കുള്ള ഉപഹാരം നൽകിയത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജമ്മ ബെന്നിയാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രശസ്ത ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം താര രഞ്ജിത്തിന് ഉപഹാരം നൽകിയത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KV അജിത് കുമാറാണ്. പ്രധാന അധ്യാപികക്ക് വിവിധ ക്ലാസുകളിലെ കുട്ടികൾ ഉപഹാരങ്ങൾ നൽകി. PTA പ്രസിഡന്റ് P പ്രദീപ്, മുൻ PTA വൈസ് പ്രസിഡന്റ് C രാജൻ എന്നിവർ ചേർന്ന് ഒരു ഉപഹാരം നൽകി. 7ാം തരത്തിലെ ജിബിൻ മോഹൻ ഒരു പ്രത്യേക സമ്മാനം നൽകി. സ്റ്റാഫ് അംഗങ്ങൾ ചേർന്ന് ഒരു ഉപഹാരം നൽകി. പ്രധാന അധ്യാപികയുടെ പൂർവ്വ വിദ്യാർത്ഥി ജോയൽ P ജോസ് അപ്രതീക്ഷിതമായി എത്തി ആശംസ നേരുകയും ഉപഹാരം നൽകുകയും ചെയ്തു. മുഖ്യാതിഥി താര രഞ്ജിത്ത് ആലപിച്ച ഗാനങ്ങൾ സദസ്സിനെ ഇളക്കി മറിച്ചു. പഠനയാത്രാ വിവരണത്തിൽ സമ്മാനാർഹനായ 7ാം തരത്തിലെ ജിബിൻ മോഹൻ, 6ാം തരത്തിലെ അൻവിത ബിബിൻ എന്നീ കുട്ടികൾക്ക് SMC ചെയർമാൻ M സുരേന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് P പ്രദീപ്, മുൻ പ്രധാന അധ്യാപകൻ ജോയ്സ് ജോസഫ്, സ്റ്റാഫ് പ്രതിനിധി ഗീത K, സ്കൂൾ ലീഡർ ദിൽന K
എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യൻ മറുപടി ഭാഷണം നടത്തി. റിട്ടയർമെന്റോടനുബന്ധിച്ച് പ്രധാന അധ്യാപിക സ്കൂളിന് നൽകുന്ന സ്റ്റേജ് കർട്ടൻ സെറ്റ് PTA പ്രസിഡന്റ് P. പ്രദീപ്, സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി NV ഉഷ നന്ദിയും പറഞ്ഞു. 7ാം തരത്തിലെ ദില്ലയും ദേവാംഗനയും പരിപാടിയുടെ അവതാരകരായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്വാഗത നൃത്തം അവതരിപ്പിച്ചത് 3-4 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ ചേർന്ന് സംഘനൃത്തം അവതരിപ്പിച്ചു. 3ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, 3-4 ക്ലാസ്സുകളിലെ പെൺകുട്ടികൾ, 7ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ എന്നീ ടീമുകളും സംഘനൃത്തം അവതരിപ്പിച്ചു. സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ചത് 1-2 ക്ലാസ്സുകളിലെ ആൺകുട്ടികൾ, 4ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ, 4ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ, 6ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ, 5-6 ക്ലാസ്സുകളിലെ ആൺകുട്ടികൾ, 7ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ എന്നീ ടീമുകളാണ്. 7ാം തരത്തിലെ ജിബിൻ മോഹനും 5ാം തരത്തിലെ പാർവതി വിനോദും സിനിമാ പാട്ട് പാടി. UP വിഭാഗം പെൺകുട്ടികളുടെ തിരുവാതിരക്കളി, 5ാം തരത്തിലെ അമയ രമേശിന്റെ നാടോടി നൃത്തം, അതേ ക്ലാസ്സിലെ തന്നെ പ്രഭിക പ്രമോദിന്റെ ശാസ്ത്രീയ നൃത്തം, 5ാം തരത്തിലെ തന്നെ ഋതുവർദ്ധ KVയുടെ കവിതാലാപനം, അമയ P.യുടെ ലളിതഗാനം എന്നീ പരിപാടികളും നടന്നു. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ ടീമുകൾ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. 2 ഒപ്പനയും അരങ്ങേറി. 3-4 ക്ലാസ്സിലെ പെൺകുട്ടികളും 5-6 ക്ലാസ്സിലെ പെൺകുട്ടികളുമാണ് ഒപ്പന അവതരിപ്പിച്ചത്.
കളി ചൊല്ലിടണേ പണ്ട് കണ്ണൂർ കളി കളി എന്ന പോലെ ഇന്നത്തെ കണ്ണൂർ കളി കാതുകൂട്ടിക്കളി എന്ന പോലെ കക്കോൽ ശ്രീ വിഷ്ണുമൂർത്തി കലാവേദി അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ഇമ്പമാർന്ന കാഴ്ചയാണ്. വാർഷികാഘോഷ പരിപാടി വീക്ഷിക്കാൻ കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ എന്നിവരും നിരവധി നാട്ടുകാരും എത്തിച്ചേർന്നു. എത്തിയവർക്കെല്ലാം പായസം ഉൾപ്പെടെ ഉച്ചഭക്ഷണം നൽകി. വൈകുന്നേരം 4 മണിയോടെ ആഘോഷ പരിപാടികൾ അവസാനിച്ചു. മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടച്ചു. ജൂൺ 1 തുറക്കും. പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി 6ാം തരത്തിലെ ആദിഷ് രാജ് ഉച്ചഭക്ഷണത്തിന് ചിക്കൻ കറി, അച്ചാർ, പച്ചടി എന്നിവ നൽകി. ആദിഷ് രാജിന് പൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.